على طلال ولا آلك ذكر الباري والعالم فكيف تنكر ربا بعدما شهدت به عليك രോഗികളാണ് ശിവകരണേ അല്ല, ദോഷികളാണ് പൊറുക്കണേ അല്ല, ദോഷികളാണ് ഞങ്ങൾ പൊറുക്കണേ അല്ല, അക്രമം ചെയ്തവരാണ് പൊറുക്കണേ അല്ല, ഹിദായത്ത് സ്വരപ്പെടുത്തി തരണേ അല്ല, ഈമാൻ തെറ്റാതെ ഞങ്ങൾ തരണേ അല്ല. മുത്തുനബിയെ പൂങ്കനിയെ മുസമ്മിലരായുള്ള താജൊളിയെ മുന്തിർ മുബശ്ശിർ ഹൻകൊളിയെ മുഅല്ലമരാകും സിറാജൊളിയെ യാ ഖുർറത ഐനൈ യാ റസൂലല്ലാഹ് യാ ഖുർറത ഐനൈ യാ റസൂലല്ലാഹ് യാ ഖുർറത ഐനൈ യാ ഹബീബല്ലാഹ് ഹാമിദ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹാമീം യാസിൻ നൂറുല്ലാഹ് ഖൈറുൽ ബശർ താജുല്ലാഹ് ഖൈറുൽ മുംദിയ ഖമറുല്ലാഹ് യാ ജദ്ദൽ ഹസനൈനി യാ സഫിയല്ലാഹ് യാ ജദ്ദൽ ഹസനൈനി യാ സഫിയല്ലാഹ് യാ ജദ്ദൽ ഹസനൈനി യാ സഫിയല്ലാഹ് മുബീനുൽ മുകറം സിറാജുല്ലാഹ് മുജാബുൽ മുതാഉൻ കരീമുല്ലാഹ് മുസ്ലിം മുഖ്താർ ഖലീലുല്ലാഹ് മക്കി മദനി ഹബീബുല്ലാഹ് മിഫ്താഹുർ റഹ്മാനി യാ റഹീമുല്ലാഹ് മിഫ്താഹുർ റഹ്മാനി യാ റഹീമുല്ലാഹ് മിഫ്താഹുർ റഹ്മാനി യാ റഹീമുല്ലാഹ് മിഫ്താഹുർ റഹ്മാനി യാ റഹീമുല്ലാഹ് ദർജയിലേറ്റം മികച്ചവരാ ദലീലുൽ ഖൈറാതായവരാ ദാഴി ഞങ്ങളെ ചേർത്തിടണേ അമിതായി മൻഹൂബിൽ കൂട്ടിടണേ ദാഴി ഞങ്ങളെ ചേർത്തിടണേ ദാഴി صاحب
يا نبي الله يا صاحب اللواء يا نبي الله يا صاحب اللواء يا نبي الله يا صاحب اللواء يا نبي الله അതിഹിന്നുത്തമ മഹാത്മ്യം മാതൃക കാട്ടിയ പൊൻതാരം ഞങ്ങളെ അഭിമന്യ ശൈഖുന മുഹമ്മദ് കോയ വലിയുള്ളാഹ് ദർജകളെ തികളെ അല്ലാഹ് ഉന്നത പദവികൾ നൽകിടണേ ദർജകൾ ഉയർത്തിടല്ലാഹ് ഉന്നത പദവികൾ നൽകിടല്ലാഹ് നബിയെ പോകണേ മുസമ്മിലരായുള്ള താജുളിയെ മുന്തിർ മുബശ്ശിർ ഹക്കൊളിയെ മുഅല്ലമരാനും സിറാജുളിയെ അല്ലാഹ് യാ ഖുർറത ഐനൈഹി യാ റസൂലല്ലാഹ് യാ ഖുർറത ഐനൈഹി യാ റസൂലല്ലാഹ് യാ ഖുർറത ഐനൈഹി യാ നബിയല്ലാഹ് യാ ഖുർറത ഐനൈഹി യാ സഫിയല്ലാഹ് സംഗീതമായി പോയോ ഈ മത രണ്ട് ഘട്ടം എത്തിയപ്പോഴേക്കും പോലീസ് അറിയണം അവരെ സലാം അറിയാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ CID ഓഫീസർ സാഹിബ് സയ്യിദ് അല്പം പതുക്കെ ചെലവില്ല. സാധാരണഗതിയിൽ അവർ നേരെ പിടിച്ചു കൊണ്ടുപോവുക ചെയ്യും. പക്ഷെ എന്നോട് പറഞ്ഞ സയ്യിദ് അല്പം പതുക്കെ ചെലവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൂരെ മാറി നിന്നു. എനിക്ക് ആ ബ്രേക്ക് മുഴുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞു. അതാ നിങ്ങൾ അപ്പോൾ ആ നിർദ്ദേശപ്പോൾ നിന്റെ ശേഖരന് പറഞ്ഞ ആ പൂതി ഇവിടെ വെച്ച് നിൽക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കവിത എന്റെ ഹബീബ പറയുക പേരുകൾ കോർത്തിണക്കിയ മുഹമ്മദ് എന്നെനിക്ക് ആദ്യം മീനും രണ്ടാമത് ഹാൾ മൂന്നാമത്തെ മീനും നാലാമത്തേതാണ് മുഹമ്മദ്. അത് മനസ്സിലാക്കിയ ഹംസായി ചരിത്രയാണ്. അദ്ദേഹം ഞാനൊരു സദസ്സിനോട് പാടിയപ്പോൾ ഇതാരുണ്ടാക്കിയത് ഇതിന് പ്രത്യേകത ഉണ്ടെന്ന് ബാക്കിയൊന്നും പറയുന്നു. ഞാൻ പറഞ്ഞു സ്വകാര്യം വെച്ച് ആൾക്കാരോട് പറയാം. ആ സ്വകാര്യം വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞൊരു പാടും. അപ്പോൾ ആ വേദിക്ക് മദീനത്തുനിന്ന് ഒരു വലിയ 2 സ്റ്റെപ്പേ പാടാൻ ഒടുക്കും മനസ്സ് വെച്ചിട്ടില്ല. നിങ്ങളെല്ലാവരെയും ഓർത്തിട്ട് അൽഹംദുലില്ലാഹ് നമ്മളെ കബൂലാക്കി തരുന്നു. ദീർഘായുസ്സ് തരട്ടെ. ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ വിഷമങ്ങളും കബൂലാക്കണേ. لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن فيه على كل حال سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم اللهم صل وسلم وبارك على سيدنا وحبيبنا محمد وعلى اله وصحبه اجمعين اللهم صل وبلغ مدد ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه على النبي الكريم وما قرأناه من خطب القرآن
ياسين المعظم وفاتحة الكتاب جميع أعمالنا يا رب العالمين وقرأنا بدرها أنبيائك وأوليائك وشهدائك يا رب العالمين مقبولة مرضية مباركة منا وبلغنا حضرة النبي مصطفى محمد صلى الله عليه وسلم صلاة مريرا وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات ملائكة الله وإلى حضرات جميع أهل بيت رسول الله وإلى حضرات جميع صحابة رسول الله وإلى حضرات جميع أولاد رسول الله وإلى حضرات جميع صحابيات رسول الله وإلى حضرات أصحابه البدريين شهداء البدريين وإلى حضرات الأقطاب والأغيار والأبدان والأوتاد والسلام والقضاء والنجباء والغرفاء والصحابة والصديقين والصالحين إلى حضرة سيدنا وشيخنا إلى حضرة سيدنا إمام الحسين إلى حضرة سيدنا بابا فريد الدين سيدنا أمنا بيبي زينب جميع الشهداء القدماء إلى حضرات جميع أوليائك وشهدائك كلهم اللهم زد لهم شرفنا شرفه وفضلنا فضله وعزنا عزه كرامتنا كراماته وإلى حضرة سيدي وشيخي ومربي الشيخ محي الدين محمد الرياض ولي الله الصديق إلى حضرة سيدي وشيخي الشيخ محي الدين محمد أبو بكر السريان المدوري رضي الله عنه وإلى حضرة سيدي وجدي بالزمان بالفضل السيد الأدبي مولى الدبينا إلى حضرة من نبيناهم يا رب العالمين اللهم زد له شرفنا شرفه فضلنا فضله وعزنا عزه وكرامتنا كراماته اللهم انفعنا بعلومه اللهم انفعنا بجاهه اللهم انفعنا بفضله اللهم انفعنا بسره يا حي يا قيوم يا ذا الجلال والإكرام ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم أرحم الرحمن يا ملك الجبار يا راج سيداയ അല്ലാഹു ബഹുമാനപ്പെട്ട അഹ്ലുല്ലമാഇന്റെ പൊരുത്തം ആഗ്രഹിച്ച് ഞങ്ങൾ നടത്തി വരുന്ന ഈ വിശുദ്ധമായ അമൽ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ് വിശുദ്ധ മക്കയിലും മദീനയിലും ബദറിലും ജന്നത്തുൽ ബഖീലും ജന്നത്തുൽ മുഅല്ലായിലും ഈ സദസ്സിന്റെ കൂടെയുള്ള ഈ ശരീരത്തിന്റെ ഈ ശബ്ദത്തിന്റെ കൂടെയുള്ള പ്രിയം പറ്റുന്ന എല്ലാവർക്കും വേണ്ടി ചെയ്ത ദുആകളും സ്വീകരിക്കണേ അല്ലാഹ് അവിടെ പോകാൻ എനിക്ക് വഴിയൊരുക്കി തന്നവർക്കൊക്കെയും അർഹമായ ഗുണങ്ങളും ദീർഘായുസ്സും ആഫിയത്തും ബർക്കത്തും സിഹ്ഹത്തും എല്ലാവർക്കും നൽകണേ അല്ലാഹ് ഈ ലോകത്തും വിജയം നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് കാമിലായ ഈമാൻ തരണേ അല്ലാഹ് ശാശ്വതമായ ഹിദായത്ത് തരണേ അല്ലാഹ് മുഹറബിയായ ഫായിസീകളിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തണേ അല്ലാഹ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും
അള്ളാഹുവിന്റെ പൊരുത്തത്തിനാക്കണേ അല്ലാഹ്. മരണം അള്ളാഹുവിന്റെ പൊരുത്തത്തിനാക്കണേ അല്ലാഹ്. ഖബറിലും മഹാന്മാരുടെ സഹായം സദസ്സിന്റെ ദുആയിൽ നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളെ മുഴുവൻ അഹ്ലുകാർക്കും പൊറുക്കണേ അല്ലാഹ്. പുണ്യമായ സദസ്സിൽ ഭക്ഷണ വിതരണത്തിന് സഹായിച്ച എല്ലാവർക്കും അറക്കുവാൻ ആവശ്യമായ മൃഗങ്ങളെ വാങ്ങി തന്നവർക്ക് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അറുത്ത ആടിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ വാഹനങ്ങളാക്കണേ അല്ലാഹ്. ഭക്ഷണം സ്വീകരിക്കണേ അല്ലാഹ്. ഭക്ഷണം അതിനു വേണ്ടി സദഖ ചെയ്തവർ ഈ സദസ്സിലെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും സദഖ നൽകിയവരാണ് ഇവിടെയുള്ളവർ. അർഹമായ ഗുണങ്ങൾ തരണേ അല്ലാഹ്. തരണേ റഹ്മാനേ. മനസ്സിൽ ഒരുപാട് ഹൈറായ നിയ്യത്തുള്ളവരുണ്ട്. വീടുണ്ടാകാൻ, മക്കളുണ്ടാകാൻ, മക്കളെ വിവാഹകാലം ശരിയാകാൻ, കുടുംബത്തിൽ ബർക്കത്തുണ്ടാകാൻ, രോഗങ്ങൾ മാറാൻ, വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാവർക്കും ശിഫ കിട്ടാൻ, കച്ചവടത്തിന് ബർക്കത്ത് കിട്ടാൻ, വിദേശങ്ങളിലുള്ള കച്ചവടം, സ്വദേശത്തും വിദേശത്തുള്ള കച്ചവടങ്ങൾ ബർക്കത്ത് കിട്ടാൻ, അതിന് നിയമത്തുണ്ടാകാൻ, ഈ പറയപ്പെട്ട എല്ലാ മേഖലകളിലുമുള്ള ഷർറുകളും സിഹറുകളും തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരും നിയ്യത്ത് ചെയ്തു വന്നവരുമുണ്ട്. സ്വീകരിക്കണേ അല്ലാഹ്. ബർക്കത്ത് തരണേ അല്ലാഹ്. കടങ്ങൾ വീടാൻ ഖൈറിന്റെ വഴികൾ തുറന്നേ അല്ലാഹ്. കടങ്ങൾ വീടാൻ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ചെയ്ത ബിസിനസ്സുകളൊക്കെ പൊട്ടി ഇപ്പോൾ ഒരു വഴിയില്ലാതെ പുതിയ ബിസിനസ് തുടങ്ങാൻ നിയ്യത്തുള്ളവരുണ്ട്. ഖൈറിന്റെ വഴികൾ തുറന്ന് തരണേ അല്ലാഹ്. ഏറ്റവും വലിയ കുടുംബത്തിൽ ജ്യേഷ്ഠന് അഞ്ജനെ കണ്ടുകൂടാ, അനുജന് ജ്യേഷ്ഠനെ കണ്ടുകൂടാ, ആങ്ങൾക്ക് പെങ്ങളെ, പെങ്ങൾക്ക് ആങ്ങളെ കണ്ടുകൂടാ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവിനെ ഭാര്യനെ കണ്ടുകൂടാ, ഉമ്മാക്ക് മക്കളെ കണ്ടുകൂടാ, ആൺമക്കളെ കണ്ടുകൂടാ, പെൺമക്കളെ കണ്ടുകൂടാ. ഇങ്ങനെ ഓരോ കുടുംബത്തിലും വ്യത്യസ്തമായ ഷർറുകൾ ബാധിച്ച് പല വിധത്തിൽ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് സ്ത്രീകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അഹ്ലു ബൈത്തിന്റെ അഹ്ലുള്ളാഹിന്റെ ഹഖുകൊണ്ട് സലാമത്ത് തരണേ അല്ലാഹ്. ഒരു നന്മ ഒരാൾക്ക് ചെയ്താൽ അപ്പ അവരെ പരാജയപ്പെടുത്തുന്ന സാഹിറമാണ്. അവരെ ശർറിൽ നിന്ന് ഞങ്ങളെയും മക്കളെയും കാക്കണേ അല്ലാഹ്. പൊന്നു മക്കളെയും കാക്കണേ അല്ലാഹ്. ഒരു കുടുംബത്തിൽ ഒരു ഖൈറുണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെ സുഖങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ശർറുകളും നീക്കി കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിന്റെ സ്നേഹം മറ്റ് മൊബൈൽ ഫോണിലെ അശ്ലീല അനാവശ്യ ബന്ധങ്ങൾ കാരണം കുടുംബ ബന്ധങ്ങൾ തകർന്നു മുടക്കി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആരും അറിയുന്നില്ല. തന്നെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? ഭാര്യയാണ്. ഒരു ഭർത്താവിനെ ഹലാലായി നിക്കാഹ് ചെയ്ത ഭാര്യയാണ് നിയന്ത്രിക്കേണ്ടത്. ആ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണവും വസ്ത്രവും ഒക്കെ വാങ്ങിക്കൊടുക്കൽ അല്ലാഹു പൊരുത്തപ്പെട്ട ഇബാദത്താണ്. അതല്ലാത്തതൊക്കെ ഹറാമാണ്. അങ്ങനെ പല നല്ല ആൺമക്കളെയും സിഹർ ചെയ്ത് കുടുംബത്തെ തെറ്റിച്ച് ഹലാക്കിലായ ഒരുപാട് കുടുംബങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. അവരാരും അറിയുന്നില്ല തെറ്റുകാരാരാണെന്ന്. ഭാര്യയെ സംശയിക്കുന്നു ഭർത്താവ്, ഭർത്താവിനെ സംശയിക്കുന്നു ഭാര്യ, ആങ്ങള പെങ്ങളെ സംശയിക്കുന്നു, പെങ്ങള് ആങ്ങളെ സംശയിക്കുന്നു. ഇങ്ങനെ ഒരു ഗതികേട് ഒരുപാട് കുടുംബങ്ങളിൽ കാണുന്നുണ്ട്. റബ്ബേ സലാമത്ത് ചെയ്യണേ അല്ലാഹ്. ജാതി മതഭേദമന്യേ ഈ സദസ്സിൽ ദുആ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അവരുടെ വിഷമങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. സലാമത്തിലാക്കണേ അല്ലാഹ്. സ്വദേശത്തും വിദേശത്തും നിങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ഏറ്റവും ഉപരി വിദേശത്തുള്ള നമ്മുടെ അഹ്ലുകാരെ വളരെ വിഷമത്തിലാണ്.
നമുക്കതിനു വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ നിരന്തരമായി അമലുകൾ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവാം. ഈ ലോകത്ത് പല രാഷ്ട്രങ്ങളിലും നമ്മളെ പൊന്ന മക്കളെ ജോലി ചെയ്യുന്നുണ്ട്. വേദനിപ്പിക്കുന്ന ഒരു വാർത്തകളും യുദ്ധം കൊണ്ട് ഞങ്ങളെ കേൾപ്പിക്കരുതേ അല്ലാഹ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്, തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഈ വന്ന ഒരു കുടുംബം പട്ടിണിയായി പോകാതെ കാക്കണേ അല്ലാഹ്, പട്ടിണിയായി പോകാതെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പരീക്ഷ നടക്കുമ്പോ ഉണങ്ങിയതിനെ കൂടെ പച്ചയും കിട്ടിപ്പോകും. ചിലപ്പോ അള്ളാഹു ധിക്കരിക്കുന്നതൊക്കെ ചെയ്യുന്നവർക്ക് നാട്ടിന് ശൈത്താനില്ല. ഒരുപാട് അവർക്ക് ചാൻസുകൾ ഉണ്ടായിരുന്നു. അള്ളാഹു ശൈത്താനല്ല, അള്ളാഹു. ഒരു തെറ്റിന്റെ പിന്നാലെ ഒരാൾ പോവാണെങ്കിൽ അതിന് അള്ളാഹു എല്ലാ ചാൻസ് കൊടുത്തിങ്ങനെ. അതിന് മഹാന്മാർ പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പല ഭാഷയിൽ പറയുന്നു. ശൈത്താനാണ് സുഖം, ശൈത്താനാണ് കൊട്ടാരം, അങ്ങനെ പല വാക്കും പറയും. അപ്പോ മഹാന്മാർ പറയുന്നു, എന്താ അവസ്ഥ? ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നു, ഞാൻ തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിക്കുന്നു, ദിക്റില്ലെന്ന് സലാത്തില്ല, എനിക്ക് ഒരു ഗുണവുമില്ല. എന്റെ അപ്പത്തെ പോലെ കള്ളുകുടിയനാണ്, പെണ്ണ് കുടിയനാണ്, സകല പെണ്ണുകളും ചാറ്റ് ചെയ്യുന്ന സകല പെണ്ണുകളിൽ പിന്നാലെ പോന്നാണ്. ഓനെ ഒരു കുഴപ്പമില്ല, നമ്മളിതാ നമുക്കൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധാരണ, ഹൈറ് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് വലിയ ഇഷ്ടം, ഒരല്പം വിഷമമായി അള്ളാഹുവിനോട് വെറുപ്പാം എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അപ്പോ വൃത്തികളെ കാണിക്കുന്ന ആൾക്ക് അള്ളാഹു ഇങ്ങനെ സുഖത്തോടും ഓന്റെ വിചാരം അള്ളാഹ് ഇതൊന്നും അറിയില്ല. ഒരു തെറ്റി എന്നുള്ള അതിനുള്ള എല്ലാ ചാൻസും ഓനാഗ്രഹിക്കുന്ന പോലെ അള്ളാഹു ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട്. അത് കണ്ടിട്ട് അള്ളാഹു ഓനെ കൃപ ചെയ്യാൻ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അത് നമ്മള് ഇരയിൽ ചൂണ്ടല് നമ്മുടെ ഭക്ഷണം പുഴയിലേക്കോ ബഹറിലേക്കോ എറിഞ്ഞു കൊടുത്താൽ ആ കൊത്തിങ്ങനെ വരിക്കും. ഇങ്ങനെ ഇല്ലേ, നമ്മൾ അന്നങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ അതിങ്ങനെ കൊത്തി വരിക്കും, മെല്ലെ മെല്ലെ വലിച്ച് നമ്മളെ എന്നതുപോലെ ഓനെ കൊടുക്കാൻ കുറെ കാലം അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള തമ്മാടികൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ടതല്ല. അല്ലാഹു തഖ്വ ചെയ്യുന്നവർക്ക് മാത്രമാണ് വിജയം. ഞങ്ങളെ തഖ്വയുള്ളവരിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാ ഹൈറും നിലനിർത്തി തരണേ അല്ലാഹ്. നിരന്തരമായി ഞങ്ങൾക്കും ഞങ്ങളെ പൊന്നുമക്കൾക്കും വരുന്ന എല്ലാ സിഹറുകളും അവസാനിപ്പിച്ചു തരണേ അല്ലാഹ്, അവസാനിപ്പിച്ചു തരണേ അല്ലാഹ്, അവസാനിപ്പിച്ചു തരണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്, റഹ്മത്ത് തരണേ അല്ലാഹ്, ഇസ്സത്ത് തരണേ അല്ലാഹ്, റാഹത്ത് തരണേ അല്ലാഹ്, ബർക്കത്ത് തരണേ അല്ലാഹ്, റാഹത്ത് തരണേ അല്ലാഹ്. അല്ലാഹു ഇങ്ങനെ ചൂണ്ടലിട്ട അടിച്ചോളുന്നു. നിങ്ങൾ ആരും വിചാരിക്കണ്ട ആന്മാർക്കൊന്നും അറിയില്ല, എല്ലാം അറിയാം. തന്റെ ഹൃദയത്തിൽ വരുന്ന ഓരോരുത്തരും ചെയ്യുന്നൊക്കെ അറിയാം. ചിലപ്പം പറയും, ചിലപ്പം പറയില്ല. പക്ഷേ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിയെങ്കിലേ വിജയിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് റബ്ബേ അള്ളാഹുവിന്റെ കൃപയും ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തരണേ അല്ലാഹ്. മക്കളില്ലാതെ പദ്ധതികളുണ്ട്, ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഷുഗർ, പ്രഷർ, ക്യാൻസർ, ട്യൂമർ, അതുപോലെ തന്നെ സ്ട്രോക്ക് പോലെ ഏതെങ്കിലും കഠിനകരമായ രോഗങ്ങളും ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വരാൻ പോകുന്നുവെങ്കിൽ ഈ മജ്‌ലിസിൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുന്നതിന് മുമ്പ് അത് തട്ടിനീക്കി ആജിലാകുന്ന ശിഫ തരണേ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം ശിഫ തരണേ അല്ലാഹ്. കമൽ ചെയ്യാൻ ആഫിയത്തും ബർക്കത്തും തരണേ അല്ലാഹ്.
കടലിലും കരയിലും ജോലി ചെയ്യുന്നവർ ജോലികളിൽ ബർക്കത്ത് ചെയ്യണേ. വീട് നിൽക്കുന്ന സ്ഥലങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട്, വീടിന്റെ ഘടന തെറ്റിപ്പോയതുകൊണ്ട് അങ്ങനെ പല വിധത്തിലുള്ള നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ഷർറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവരും സലാമത്ത് തരണേ അല്ലാഹ്. മൊബൈൽ ഫോൺ കൊണ്ട് അതിലെ ദുരുപയോഗം കൊണ്ട് നശിക്കുന്ന മക്കളാകാതെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ പൊന്നുമക്കളെയും കാക്കണേ അല്ലാഹ്. ഹജ്ജ് ഉംറയും ചെയ്യാൻ നിയ്യത്തുള്ളവരുണ്ട്, തൗഫീഖ് നൽകണേ റഹ്മാൻ. ഒളികൾ നൽകണേ റഹ്മാൻ. മദീനയിൽ പോയി വന്നവർ, ഉംറ ചെയ്തവർ, ഹജ്ജ് ചെയ്തവർ മഖ്ബൂലും മബ്റൂറുമായ അമലാക്കണേ അല്ലാഹ്. ൂലാക്കണേ റഹ്മാനേ. നമ്മുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഉംറ ചെയ്തവർ, സഈ ചെയ്തവർ സ്വീകരിക്കണേ റഹ്മാനേ. ഖൈർ നൽകണേ റഹ്മാനേ. അതുപോലെ മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ എല്ലാം ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിൽ നീതിക്ക് എല്ലാ കൊണ്ട് ഹാസരാക്കി തരണേ റഹ്മാനേ. ഒരുപാട് അധികാരികളെ പേപ്പറുകളിൽ എഴുതിയിട്ട് അവർ മുറാദുകളൊക്കെ ഇവിടെ സമർപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് ഞാനതൊക്കെ പഠിച്ചത്. പക്ഷേ എല്ലാം അറിയാം, അവർ എഴുതിയതും എഴുതാത്തതുമായ, ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ, ഞങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്തുകളും ആഫത്തുകളും മാനനഷ്ടങ്ങളും മുതൽ ശാരീരിക നഷ്ടങ്ങളും ഒക്കെയും നീക്കി ഖൈറുകൾ വിധിക്കണേ അല്ലാഹ്. മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഓപ്പറേഷൻ, പലവിധ കാര്യങ്ങൾക്ക് ഓപ്പറേഷൻ ചികിത്സകൾ കഴിഞ്ഞ് രോഗികളുടെ വീട്ടിലുണ്ട്. അവർക്ക് ഒരു കോറലുമില്ലാതെ അത്ഭുതകരമായ ശിഫാവ് നൽകണേ റഹ്മാൻ. അത്ഭുതകരമായ ശിഫാവ് നിങ്ങളെ മക്കളെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉയർത്തി തരണേ റഹ്മാൻ. ആഹ്ലാദത്തിലാക്കി തരണേ റഹ്മാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും മഹാന്മാരെ ഞങ്ങളെ വിളിക്കുമ്പോ ഇതുപോലെ അതവോടുകൂടി ഒരുമിച്ചുകൂടി അല്ലാഹുവിനെ പൊരുത്തം വാങ്ങി വീടുകളിലേക്ക് ബുദ്ധിമുട്ടുമില്ലാതെ എത്തിക്കണേ അല്ലാഹ്. ഇതിനൊക്കെ നിങ്ങൾക്ക് എനിക്ക് വലിയൊരു കാര്യം സഹായിക്കുന്നു. എന്നെ ഏറ്റെടുത്ത കുടുംബം, ഞാൻ വീടുണ്ടാക്കിയില്ല, എനിക്കൊരു വീടില്ല, മറ്റൊന്നുമില്ല. അപ്പൊ എന്നെ ഏറ്റെടുത്ത കുടുംബം, എന്നെ ഏറ്റെടുത്തതിന്റെ പേരിൽ അവരെ സമൂഹ മധ്യത്തിൽ താറടിച്ച് ഒരുപാട് ഫിത്നകളും ഫസാദുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിലൊന്നും പരാതിയില്ല. പക്ഷേ അവരുടെ കാര്യങ്ങൾക്ക് ഇരു ലോകത്തും ഖൈറും വിജയങ്ങളും നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അവരുടെ മക്കൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. വിജയം നൽകണേ അല്ലാഹ്. ആരെ സുഹൃതികാരം ഫലിപ്പിക്കരുത് റബ്ബേ. നിങ്ങളെ സഹായിക്കുന്നവരാ, നിങ്ങളെ പ്രിയം വെക്കുന്നവരാ, എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്. പിന്നെ സാധു മക്കത്തൊക്കെ പോയി, മറിയത്തൊക്കെ പോയി ദീപാക്കി സദസ്സ് ഇവിടെ എന്താണ് നടക്കുന്നത്, ഹറാമിയത്താണോ ഹലാലിയത്താണോ നോക്കാൻ വേണ്ടി പലരും ഇവിടെ ആൾക്കാരെ പറഞ്ഞ ആളുകളെ കൊണ്ടുപോയി. അതും എനിക്ക് മനസ്സിലായി. അതിനൊന്നും പരാതിയില്ല. അവർക്കൊന്നും കേടായ ദുആയി മദ്രസയിലില്ല, ഒരിക്കലുമില്ല. എന്നെ ഉപദ്രവിച്ചു ലോകമൊട്ടുക്കും എന്നെ മാനം കെടുത്തിയോ, എന്നെ നോക്കുന്ന ആ കുടുംബത്തിന് പൊന്നും മക്കളും ഇതൊക്കെ വൃത്തിയിടത്ത് കേട്ടിട്ടും അവരെനിക്ക് വിവാദത്തിലാണ് എനിക്ക് സൗകര്യം ചെയ്യുന്നത്. മക്കളെയും മദീനയിലും വേണ്ട സ്പോൺസർഷിപ്പും അതിനുള്ള കാര്യങ്ങളടക്കം എല്ലാം ഈ അമലിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ എല്ലാ കാര്യത്തിനും സഹായിക്കും. അർഹമായ ഗുണങ്ങളിൽ ലോകത്ത് നൽകണേ റഹ്മാൻ. എല്ലാവരും എനിക്ക് ദുആ ചെയ്യണ്ട, എന്നെ നോക്കുന്ന കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് എൻ്റെ പൊന്നു മക്കളോടും എൻ്റെ അഖിലകാരോടും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മമാരും ഒരുപാട് എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു രോഗത്തിന് പോലെ എനിക്കൊന്നും പറ്റരുതേ എന്ന് നെയ്യത്തുള്ള
ദുആ ചെയ്യുന്ന ഒരുപാട് പ്രായമുള്ള ഉമ്മമാർ എവിടെയുണ്ട് എനിക്കറിയാം. ഒരുപാട് പ്രായമുള്ള ആൾക്കാർ നമ്മളെ ഒരുപാട് ബന്ധമുള്ള 40 കൊല്ലം ബന്ധമുള്ള അട്ടപ്പാടി കുഞ്ഞാണ്, അതുപോലെ മൊയ്തീനാജി അടക്കം 40-45 കൊല്ലം ബന്ധമുള്ള എല്ലാവരും ഈ സദസ്സിലുണ്ട്. അവർക്കൊക്കെയും ഖൈർ നൽകി വിജയിപ്പിക്കണേ അല്ലാഹ്. എന്നെ സഹായിക്കുന്ന എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു ഖബൂലാക്കി തരും. എല്ലാവർക്കും ഇതുപോലെ അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചു എല്ലാത്തിനും ഇതുപോലെ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ചോദിക്കാൻ വിട്ടുപോയ ഒരുപാട് എന്റെ മനസ്സിലൊക്കെ ഉണ്ട്. എല്ലാവരുടെ ഖൈറായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ അല്ലാഹ്. എന്റെ അയൽവാസി ആക്രമിക്കുന്നു, എന്റെ മോനെ ആക്രമിക്കുന്നു, എന്റെ മോളെ നശിച്ചു പോകാൻ എന്ന് പറഞ്ഞ വിവരമില്ല. വിവരമില്ലാത്തോണ്ട് പടച്ചവൻ അങ്ങനെ പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്കാർക്കും വരരുതേ. പടച്ചവൻ അങ്ങനെ പറഞ്ഞവർക്ക് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. കൊണ്ടല്ലാതെ ഷെറുകൊണ്ട് ഒരാൾക്കും ദുആ ചെയ്യാൻ എന്റെ ശൈഖിനോട് എന്റെ ശൈഖ് ഒരാൾക്കും കേടായി ദുആ ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് റബ്ബേ അക്രമികളുടെ ശർറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ഈ സമയം ചില്ലഞ്ച് വരെ വന്നത് വരാൻ പോകുന്ന ബാധ്യരാക്കണേ റഹ്മാനേ. നമുക്കിവിടെ ഓഡിറ്റോറിയം സർവേ ചെയ്തവരും ഭക്ഷണം പാകം ചെയ്തവരും അതുപോലെ നമ്മുടെ ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവരും സപ്ലൈ ചെയ്ത മക്കളും അതുപോലെ ഇവിടെ സ്ത്രീകളുടെ ഭാഗത്ത് സർഫ് അതുപോലെ ഫെയർ ഇപ്പോൾ കൊണ്ടുവന്നു അവിടെ ചെറിയ പ്ലേറ്റും പാത്രങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം പൈസകളുമായി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പ്ലേറ്റ് കഴിയ സഹോദരിമാരുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് സപ്ലൈ ചെയ്ത ഒരുപാട് മക്കൾ പെൺമക്കൾ ഒരാളെയും ഞാൻ മറക്കുന്നില്ല. അവർക്കൊക്കെ അതുപോലെ ആ സപ്ലൈ ചെയ്ത മക്കളൊക്കെ ഞാൻ വളർത്തിയ മക്കളാണ്. ഞാൻ പ്രിയം വെക്കുന്ന എൻ്റെ മക്കളെ പോലെ പ്രിയപ്പെടുന്ന മക്കളാണ്. ഇവിടെ മൗലിദ് ഓതിയതും നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചെന്നൊക്കെ അതിന് സഹായിച്ചു. എൻ്റെ അളിയനടക്കം എല്ലാവർക്കും ഒരാളെ പേരെടുത്ത് പറയുന്നില്ല. എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സഹായങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും സൗഖ്യപരമായി ചെയ്ത എല്ലാവർക്കും അർഹമായ ഗുണങ്ങൾ ലോകത്തും നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആമീൻ 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 برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. السلام عليكم. കാരണം വിഷമായ സമയം നീണ്ടുപോയത്